നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. എട്ടുമന പനങ്കുളം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നിറവ് 2024 ആദരണീയം പരിപാടി സംഘടിപ്പിച്ചു. ബിസിനസ് തർക്കത്തെ തുടർന്ന് യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി ബന്ദിയാക്കി പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്ത 2 പേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ CPMന്റെ വാദങ്ങൾ എല്ലാം പൊളിയുന്നു എന്ന് തട്ടിപ്പിലെ ആദ്യ പരാതിക്കാരൻ പറഞ്ഞു. പാറളം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന സൗജന്യ യോഗ ക്ലാസിന്റെ സമാപനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. എട്ടുമുന പനങ്കുളം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നിറവ് 2024 ആദരണീയം പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. ആദരണീയം പരിപാടിയിൽ വിദ്യാഭ്യാസ മേഖലയിലും കലാകായിക രംഗത്തും മികച്ച വിജയം നേടിയവരെ ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് PK ലോകിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീൻ അക്ബർ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത നിലൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിശ്വനാഥൻ ചക്കോത്ത്, ചേർപ്പ് പഞ്ചായത്ത് അംഗം ജയപ്രതാപൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് KG അനിൽ ബാബു, സെക്രട്ടറി PS ശ്രീലേഖ എന്നിവർ സംസാരിച്ചു. മറ്റൊരാളുടെ രക്ഷിതാവിനെ അമ്മയും അച്ഛനെയും അയച്ചു എന്ന് പറയുമ്പോൾ നാളെ നമ്മുടെ അച്ഛനെയും അമ്മയും നമ്മൾ അയക്കാൻ തയ്യാറാവുകയാണ്. നമ്മുടെ വീട്ടിൽ ഒരു അധികം പറ്റായി രക്ഷിതാക്കൾ മാറുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ പാടില്ല മക്കളെ എന്ന് ഒന്നുകൂടി പറയാം. നാളെ നിങ്ങളും ആ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആവും. പുതിയ തലമുറയും ഭാവിയിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആവുമ്പോൾ നമ്മളെ കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മുടെ മക്കളെ കാണുമ്പോൾ നമ്മുടെ നെഞ്ചു പൊട്ടൂല്ലേ. ഓ, ഞാൻ എത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ് എൻ്റെ മക്കളെ. ഉണ്ണാതെ ഉറങ്ങാതെ പഠിക്കുമ്പോൾ ചുറ്റും വിളക്ക് ഉറക്കൊഴിച്ചിരുന്നുകൊണ്ട് സംരക്ഷിച്ചൊക്കെ പഠിപ്പിച്ച് വലുതായി ഇപ്പോൾ നല്ല പൊസിഷനിലെത്തിയപ്പോൾ അച്ഛനെയും അമ്മേനെയും വേണ്ട എന്ന് പറയുന്ന അവരുടെ നെഞ്ചിൻ്റെ ചൂടാണ്. നമ്മളൊക്കെ പറയും ശാപമായി ഭവിക്കുന്നു എന്നൊക്കെ. അതല്ല, ആ നെഞ്ചിൻ്റെ ചൂട് ശാപമായി ഭവിച്ചിട്ടല്ല. ഏതിനും ഒരു മറു വാക്കുണ്ട്, മറു ഭാഗമുണ്ട്. നമ്മൾ ഇന്ന് എന്ത് ചെയ്തുവോ അത് അതേ നാണയത്തിൽ തിരിച്ച് നമ്മളിലേക്ക് വരും എന്നത് നിയതിയുടെ നിയമമാണത്, കാലത്തിൻ്റെ നിയമമാണത്. ബിസിനസ് തർക്കം. യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി ബന്ദിയാക്കി പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്ത 2 പേരെ അറസ്റ്റ് ചെയ്തു. യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി ഭീഷണിപ്പെടുത്തി ദേഹോപദ്രവം ഏൽപ്പിച്ച് പണം തട്ടിയെടുത്ത കേസിലാണ് 2 പേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൈക്കാട്ടുശ്ശേരി സ്വദേശി പുതുവീട്ടിൽ 50 വയസ്സുള്ള ഷൈജു, അമ്മാടം സ്വദേശി മുട്ടത്ത് വീട്ടിൽ 47 വയസ്സുള്ള സജേഷ് എന്നിവരെയാണ് ഒല്ലൂർ SI KC ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ CPMന്റെ വാദങ്ങൾ എല്ലാം പൊളിയുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് ബാങ്കിലെ മുൻ ജീവനക്കാരനും തട്ടിപ്പിലെ ആദ്യ പരാതിക്കാരനുമായ പൊർത്തിശ്ശേരി സ്വദേശി MV സുരേഷ്. തിരഞ്ഞെടുപ്പ് വേളയിൽ ബാങ്ക് തട്ടിപ്പിൽ യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ CPMന്റെ വാദങ്ങളാണ് ED നടപടിയോടെ പൊളിഞ്ഞതെന്നും സുരേഷ് പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ട ഒരു പരാതി ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടെന്നും അടുത്ത മാസം അതുകൂടി പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതെന്നും സുരേഷ് പറഞ്ഞു. CPM നേതാക്കളുടെ സ്വകാര്യ സ്വത്ത് സമ്പാദനത്തിനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കുമാണ് കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് നടത്തിയ പണം ഉപയോഗിച്ചിരുന്നുവെന്നും സുരേഷ് പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ CPMന്റെ 73 ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ അടക്കം 29 കോടിയുടെ സ്വത്തുക്കളും ബാങ്ക് നിക്ഷേപങ്ങളും കണ്ടുകെട്ടാൻ ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശുപാർശ ചെയ്തിരിക്കുന്നത്.
ഉത്തരവിറങ്ങുന്നതോടെ കണ്ടുകെട്ടൽ നടപടി ആരംഭിക്കും. ഇതോടെ കേസിൽ 115 കോടിയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടും. CPM ജില്ലാ കമ്മിറ്റിയുടെ 2 സ്ഥിര നിക്ഷേപങ്ങളും പാർട്ടി കീഴ്ഘടകങ്ങളുടെ നിക്ഷേപങ്ങളും അടങ്ങുന്ന 60 ലക്ഷം രൂപയുടെ 8 ബാങ്ക് അക്കൗണ്ടുകളുമാണ് കണ്ടുകെട്ടാനുള്ള പട്ടികയിലുള്ളത്. CPM പൊറുത്തുശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി പാർട്ടി ജില്ലാ സെക്രട്ടറിയും MM വർഗീസിന്റെ പേരിൽ വാങ്ങിയ 13 ലക്ഷം രൂപയുടെ സ്ഥലവും വസ്തുവകകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. കരുവന്നൂർ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത പണം ഉപയോഗിച്ചാണ് പാർട്ടിയും മറ്റ് പ്രതികളും ഇത്രയും സ്വത്തുവകകൾ സമ്പാദിച്ചെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. അപ്പോൾ ഇനിയും പോരാട്ടങ്ങൾ തുടരും. വരും ദിവസങ്ങളിൽ ഞാൻ ഒരു പരാതിയും ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. CBI എൻക്വയറി അത് അടുത്ത മാസം പരിഗണിക്കുന്നതാണ് ബഹുമാനപ്പെട്ട കോടതി വക്കീലിനെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത് തന്നെ CBI എൻക്വയറിയും വരാനുണ്ട്. ഇതിൽ സ്വാഭാവികമായിട്ടും BJP അണികളും ഒക്കെ തന്നെ വളരെ സന്തോഷത്തിലാണ്. ആദ്യമായിട്ടാണ് സംസ്ഥാന ചരിത്രത്തിലോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി, അതും ഭരിക്കുന്ന പാർട്ടിയുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന ഇഡി നടപടി. അപ്പോൾ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാവിധ വാദങ്ങളും ഖണ്ഡിക്കുന്നൊരു ഒരു നടപടിയാണ് ഇപ്പോൾ വെളിവത്തായിരിക്കുന്നത്. ഇനിയും തുടർന്നുള്ള പോരാട്ടങ്ങൾക്ക് BJPയും ഒപ്പം തന്നെ ഇവിടുത്തെ ഈ നിക്ഷേപകരും ഒപ്പം ചേർന്നുകൊണ്ട് ശക്തമായ പോരാട്ടങ്ങൾ ഇനിയും മുന്നോട്ട് പോകുന്ന തന്നെയാണ് ഞങ്ങൾ പൊതുസമൂഹത്തെ ഇവരെയൊക്കെ അറിയിക്കാനുള്ളത്. സ്വാഭാവികമായിട്ടും ബാങ്കിൻ്റെ ഫണ്ട്, നിക്ഷേപകരുടെ ഫണ്ട് ഇത് പാർട്ടി ഉപയോഗിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി മറ്റൊരു കാര്യത്തിലല്ല, ഈ തെരഞ്ഞെടുപ്പിനും അവരെ തന്നെ സ്വകാര്യ സ്വത്ത് സമ്പാദനം, നേതാക്കന്മാരുടെ സ്വകാര്യ സ്വത്ത് സമ്പാദനത്തിനും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാണ് ഈ പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെയും കർഷകരുടെയും ഇടത്തരക്കാരെയൊക്കെ തന്നെ പണം അവർ തട്ടിയെടുത്ത്. ഇപ്പോൾ CPM ആണെന്നുള്ളപ്പോൾ ചിത്രത്തിൽ വ്യക്തമായല്ലോ. ഇതുവരെ അവർ പറഞ്ഞത് അവിടെ കേവലം ജീവനക്കാരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊക്കെ അവർ കള്ളം, അവരെ നിരന്തരമായ പൊള്ളവാദം പൊളിച്ചിരിക്കുകയാണ് ഇഡി നടപടിയിലൂടെ. പാറളം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ മാതൃകാ ഡിസ്പെൻസറി കോടന്നൂരിന്റെ നേതൃത്വത്തിൽ 15-ാം വാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൗജന്യ യോഗ ക്ലാസിന്റെ സമാപനവും ആയുഷ് യോഗ ക്ലബ്ബ് 15-ാം വാർഡിന്റെ ഉദ്ഘാടനവും പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് ആയുർവേദ മാതൃകാ ഡിസ്പെൻസറി കോടന്നൂരിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കവിത VN മുഖ്യപ്രഭാഷണം നടത്തി. റോസ്മോൾ ജോർജ് മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. സുമാ നന്ദകുമാർ, ഗിരിജ, യോഗ പരിശീലകനായ ബിജേഷ് KK എന്നിവർ സംസാരിച്ചു. ചേർപ്പ് മുത്തുള്ളിയാലിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ റോഡരികിലെ മരത്തിലിടിച്ച് അപകടം. ശനിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന വാഹനം ഗതി മാറിയതാണ് എതിർവശത്തെ മരത്തിലിടിച്ചത്. അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്നവരെ പരിക്കുകളോടെ കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കരുനാഗപ്പള്ളി സ്വദേശികളാകാം എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. സർക്കാർ ആശുപത്രികളുടെ പേര് മാറ്റമില്ലെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ പേര് മാറ്റുന്നുവെന്നത് അടിസ്ഥാനരഹിതമായ പ്രചാരണമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചു. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ ഇനിയും ആ പേരുകളിൽ തന്നെ അറിയപ്പെടും. നെയിം ബോർഡുകളിൽ ആ പേരുകളാണ് ഉണ്ടാകുക. ബ്രാൻഡിങ്ങിനായി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, ആരോഗ്യ പരംധനം എന്നീ ടാഗ് ലൈനുകൾ കൂടി ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മറിച്ചുള്ള പ്രചരണം തെറ്റാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് വന്നപ്പോൾ സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കി സംസ്ഥാന സർക്കാർ മാറ്റിയെന്നാണ് വാർത്ത പ്രചരിച്ചിരുന്നത്. എന്നാൽ എന്ത് സംഭവിച്ചാലും സർക്കാർ ആശുപത്രികളുടെ പേര് മാറ്റില്ലെന്നായിരുന്നു നവകേരള സദസ്സിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രഖ്യാപനം. എന്നാൽ കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് വന്നപ്പോഴാണ് പേര് മാറ്റാൻ സർക്കാർ നിർബന്ധിതമായെന്നായിരുന്നു വാർത്ത. 2023 ഡിസംബറിനുള്ളിൽ ആശുപത്രികളുടെ പേര് മാറ്റണമെന്നായിരുന്നു കേന്ദ്ര നിർദ്ദേശം. സബ് സെന്ററുകൾ, ഫാമിലി ഹെൽത്ത് സെന്ററുകൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അർബൻ ഫാമിലി ഹെൽത്ത് സെന്റർ, അർബൻ പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ് എന്നിവയുടെ പേരാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് മാറ്റുന്നുവെന്നായിരുന്നു വാർത്ത. മലയാളത്തിലും ഇംഗ്ലീഷിലും ബോർഡിൽ പേരെഴുതണം. സംസ്ഥാന സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ദേശീയ ആരോഗ്യ മിഷന്റെയും ആർദ്ര മിഷന്റെയും ലോഗോ ബോർഡിൽ ഉണ്ടായിരിക്കണം. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേരിനോടൊപ്പം ആരോഗ്യ പരമധനം എന്ന ടാഗ് ലൈനും ഉൾപ്പെടുത്തണമെന്നും സർക്കാർ ഉത്തരവിറക്കിയതായും വ്യാപക പ്രചരണം നടന്നിരുന്നു. ഇതേ തുടർന്നാണ് വാർത്ത നിഷേധിച്ച് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രതികരണം.
തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിയവർക്ക് CPM പഞ്ചായത്ത് ഭരണസമിതി കൂട്ടുനിൽക്കുന്നു എന്ന് കോൺഗ്രസ് ആരോപിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളി മാറ്റിനെ 11-ാം വാർഡ് മെമ്പറും RSSും ഗുണ്ടകളും ചേർന്ന് അസഭ്യം പറഞ്ഞു. കാറിൽ കയറ്റി കൊണ്ടുവന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് അസഭ്യം പറഞ്ഞും ഭീഷണിപ്പെടുത്തിയിട്ടും CPM ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനങ്ങാത്തത് തൊഴിലുറപ്പ് തൊഴിലാളികളോട് കാണിക്കുന്ന കടുത്ത അനീതിയാണെന്ന് DCC ജനറൽ സെക്രട്ടറി K. ദിലീപ് കുമാർ പറഞ്ഞു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൊഴിലുറപ്പ് മാറ്റിനെ ഭീഷണിപ്പെടുത്തിയ മെമ്പർക്കെതിരെയും BJP RSS ഗുണ്ടകളായ കുറ്റവാളികൾക്കെതിരെയും കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ വർക്ക് സൈറ്റിൽ നിന്ന് ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് നേതൃത്വം കൊടുക്കേണ്ട തൊഴിലാളികളെ തൊഴിൽ ചെയ്യിക്കാൻ ബാധ്യസ്ഥയായ മാറ്റിനെ ആൾബലം വെച്ച് ഒരു വാഹനത്തിൽ ബലമായി പിടിച്ചുകൊണ്ടുവരികയും ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വന്ന് മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി എന്ന് നമുക്ക് പിന്നീട് തുടർ നടന്ന സമരങ്ങളും ഒക്കെ ബോധ്യപ്പെടുത്തുന്നു. സ്വാഭാവികമായി നമ്മുടെ രാജ്യത്തെ ഒരു വനിതാ മാറ്റ് ആൾബലം ഉപയോഗിച്ചൊരു വാഹനത്തിൽ തട്ടിക്കൊണ്ടുവന്ന സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിന്റെ തുടർച്ചയായി പോലീസ് കേസെടുക്കണം. ആ കേസിന്റെ തുടർ നടപടികൾ ഉണ്ടാകണം. ദൗർഭാഗ്യവശാൽ ആ കേസ് തേച്ചുമാച്ചു കളയുന്നതിനും ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിനും ആവശ്യമായ സഹായങ്ങൾ ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണസമിതിയുടെയും അതുപോലെ തന്നെ പ്രസിഡന്റിന്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുണ്ടാവിളയാട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മൗനം വെടിഞ്ഞ് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനും പോലീസ് കേസെടുപ്പിക്കാനും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകണമെന്ന് സമരത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സംരക്ഷണവും സുരക്ഷയും ഒരുക്കാൻ പഞ്ചായത്ത് മുന്നോട്ടിറങ്ങണമെന്നും കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ VR വിജയൻ, നൌഷാദ് പറമ്പത്ത്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, PK നന്ദനൻ, TV ഷൈൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ CS മണികണ്ഠൻ, ശ്രീദേവി മാധവൻ, മധു അന്തിക്കാട്, KV സുകുമാരൻ എന്നിവർ സംസാരിച്ചു. രഹന ബിനീഷ്, PC ജയബാലൻ, വൈഫ് ഓഫ് MP, റാനീഷ് K രാമൻ, സുധി ആലക്കൽ, VN വാസവൻ, ജീജ ശിവൻ, PM സുബ്രഹ്മണ്യൻ, പുഷ്പാങ്കദൻ ഞായക്കാട്ട്, രഘുനാഥ് നായരുശ്ശേരി, കണ്ണൻ അന്തിക്കാട്, കൃഷ്ണകുമാർ എറണാകുളത്ത്, ഉണ്ണികൃഷ്ണൻ കോറമ്പി, സിദ്ധാർത്ഥൻ CS ജയരാമൻ, ജയൻ മണികണ്ഠൻ ഗോപുരത്തെങ്കൽ, രാജീവ് അയറമ്പറമ്പിൽ എന്നിവർ സമരത്തിൽ പങ്കെടുത്തു. സംസ്ഥാന കൃഷി വകുപ്പും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സർവീസ് സഹകരണ ബാങ്കുകൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സംയുക്തമായി നടത്തുന്ന ഞാറ്റുവേല ചന്ത 2024 ആരംഭിച്ചു. ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നാട്ടിക MLA CC മുകുന്ദൻ നിർവഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. 10 വാർഡുകളിൽ അടങ്ങുന്ന കർഷക സഭയും ഇതിനോടനുബന്ധിച്ച് നടന്നു. കാർഷിക സ്റ്റാളുകൾ, കാർഷിക ക്ലിനിക്കുകളും പരിപാടിയുടെ ഭാഗമാണ്. ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യ അതിഥിയായി. ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദൻ, മല്ലികാദേവൻ, വൈസ് പ്രസിഡന്റ് VR ജിത്ത്, തപസി, KA ജ്യോതി രവീന്ദ്രൻ, ജനപ്രതിനിധികളായ KA വിജയൻ, PK മണിലാൽ, EP അജയ് ഘോഷ്, CG സുരേഷ്, രശ്മി ഷിജോ, അനിത തൃപ്തികുമാർ, മണി ഉണ്ണികൃഷ്ണൻ, അശ്വതി മേനോൻ, അനിത കാർത്തികേയൻ, ഷൈൻ നെടിയിരുപ്പേൽ, CDS ചെയർപേഴ്സൺ സുനിത ബാബു, കൃഷി ഓഫീസർ ലക്ഷ്മി, വിവിധ സഹകരണ സംഘം പ്രസിഡന്റുമാർ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, കർഷകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. അതുള്ളതുകൊണ്ട് ഓണം പോലെ പോകണം എന്നാണ് വലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആഗ്രഹം എന്നുള്ളതുകൊണ്ട് 2 ദിവസമായി നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടന കർമ്മമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങൾക്ക് വ്യത്യസ്തമായി ഇന്നത്തെ സമയം നമ്മുടെ എല്ലാ രംഗത്തും വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നടന്നു കഴിഞ്ഞ സമയമാണ്.
നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനങ്ങളിൽ അതുപോലെ തന്നെ മറ്റു വികസനങ്ങളിലൊക്കെ പങ്കാളിയാകാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാമ്പത്തിക പ്രയാസങ്ങൾ. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ സർക്കാരിൻ്റെ സ്ഥിതി നമുക്കറിയാവുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. എന്നാൽ എത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മുടെ സർക്കാർ ആവുന്നത്ര ശ്രദ്ധിച്ചുകൊണ്ട് ഏതൊക്കെ വികസനമാണ് പ്രാഥമികമായി നടത്തി തീർക്കേണ്ടതെന്നുള്ള പരിശോധനകൾ നമ്മുടെ കഴിഞ്ഞ 10-ാം തീയതി മുതൽ ആരംഭിച്ച നിയമസഭയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണമ്പേട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന ഓമ്നി വാൻ കത്തിനശിച്ചു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മണ്ണമ്പേട്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. കേബിൾ ഓപ്പറേറ്ററായ വരാക്കര സ്വദേശി അന്തിക്കാടൻ ലിൻസന്റെ വാനാണ് കത്തിനശിച്ചത്. വാനിന്റെ പിറകിൽ നിന്ന് പുകയുന്നത് കണ്ട ലിൻസൺ വാഹനം നിർത്തി പുറത്തേക്കിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തീപിടുത്തത്തിനിടെ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിയുമുണ്ടായിരുന്നു. പുതുക്കാട് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ പത്രോസ് പൗലോസ് സ്ലീഹമാരുടെ ഓർമ്മ തിരുനാളും ഇടവക വികാരി റെവറൽ ഫാദർ പോൾ പിണ്ടിയാന്റെ നാമഹേതു തിരുനാളും ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ തിരുമകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. സഹവികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ ജൻസൺ ജോസ് കാക്കശ്ശേരി, വിൽസൺ പ്ലാക്കൽ, കൊച്ചുവർക്കി തെരക്കൻ, സോജൻ മഞ്ഞള, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി പ്രസിഡന്റ് CK സിബിൻ, ഇടവക പ്രതിനിധി സെക്രട്ടറി റെജി ഇരുമ്പൻ, സംഘടനാ ഏകോപന സമിതി കൺവീനർ ഇജു ആന്റണി, ഇടവക അംഗം പ്രതിനിധികൾ, സംഘടനാ ഭാരവാഹികൾ, പള്ളി ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. ഇടവകയിലെ പോൾ നാമധാരികളോടൊപ്പം കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ച ആഘോഷത്തിൽ ഇടവക ജനങ്ങളും ഭക്തിനിർഭരമായി സന്തോഷത്തോടെ പങ്കുചേർന്നു. മണ്ണമ്പേട്ട പൂക്കോട് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. ശനിയാഴ്ച രാവിലെയായിരുന്നു അപകടം. എതിരെ വന്ന ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ കാർ നിയന്ത്രണം വിട്ട വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പോസ്റ്റ് ഒടിഞ്ഞു. കാവലൂർ സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. KSB അധികൃതർ സ്ഥലത്തെത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6625 രൂപ, പവന് 53,000 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. എട്ടുമന പനങ്കുളം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നിറവ് 2024 ആദരണീയം പരിപാടി സംഘടിപ്പിച്ചു. ബിസിനസ് തർക്കത്തെ തുടർന്ന് യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ബന്ദിയാക്കി പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്ത 2 പേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ CPMന്റെ വാദങ്ങൾ എല്ലാം പൊളിയുന്നു എന്ന് തട്ടിപ്പിലെ ആദ്യ പരാതിക്കാരൻ പറഞ്ഞു. പാറളം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന സൗജന്യ യോഗ ക്ലാസിന്റെ സമാപനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.